യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ, അതും ഒരു നിയോഗത്തോടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം നാം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറും. പുതിയ അനുഗ്രഹങ്ങൾക്ക് തുടക്കമിടും. മനസ്സിനകത്തുള്ള നിരാശകളെ മാറ്റും. പ്രത്യാശയെ നിറയ്ക്കും. ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിനത് കാരണമാകും. നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ സമാധാനമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകാം. അവരെല്ലാം സുരക്ഷിതരായിരിക്കാൻ, സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതമാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. വചനത്തിലൂടെ നിങ്ങളുടെ ഭവനത്തെ വിശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ, ഈ വീടിനൊരു ദോഷമുണ്ട്, ഈ വീടിനൊരു പ്രശ്നമുണ്ട്, ഈ വീട്ടിൽ ഉയർച്ചയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നമുക്ക് ഈ സ്ഥലവും വീടൊക്കെ വിറ്റു പോകണമെന്നായിരിക്കും. അതിനു മുമ്പ് ഒരു കാര്യം, ഈ കേൾക്കുന്ന വചനത്തിലൂടെ എൻ്റെ വീടിൻ്റെ എല്ലാ ദോഷങ്ങളും മാറണേ എന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്നതിലൂടെ ആ വീടിനെ ആ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ആ വീടിൻ്റെ മേൽ നിലനിൽക്കുന്ന ശാപങ്ങളും ദോഷങ്ങളൊക്കെ മാറി ആ വീട് ദൈവവചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടും. വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മൾ ഇന്ന് പാകം ചെയ്യുന്ന എല്ലാ ഭക്ഷണങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, അതെല്ലാം അനുഗ്രഹമാകട്ടെ. അതെല്ലാം ദൈവീകമായൊരു അനുഗ്രഹത്തിലാകട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം, ഈ വ്യാഴാഴ്ച ദിവസം ഈ വചനം കേൾക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. ഇത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എത്ര പ്രാവശ്യം ഇത് പ്രസംഗിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഈ വചനം ഇന്നലെ അത് വായിച്ചപ്പം, ഇന്ന് രാവിലെ അത് വായിച്ചപ്പം വല്ലാതെ സ്വാധീനിച്ച ഒരു കാര്യമാണ് പ്രസംഗിക്കുന്നത്. 15-ാം അധ്യായം 34-ാമത്തെ വാക്യം. യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? ചോദ്യചിഹ്നമാണ്. അവർ പറഞ്ഞു, 7, കുറേ ചെറിയ മത്സ്യങ്ങളും ഉണ്ട്. 35-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. നിലത്ത് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ആജ്ഞാപിച്ചു, ഇരിക്കാൻ. അപ്പോൾ അവരെല്ലാം നിൽക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇരിക്കാൻ പറഞ്ഞത്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇരിക്കാൻ സമയം കണ്ടെത്തണം. നിങ്ങളിപ്പോൾ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തിരക്കിട്ട ജോലിയിലായിരിക്കും. കുറച്ചു നേരം ആ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ശാന്തമായിട്ടൊന്ന് ഇരിക്കുക. ആരാണ് യേശു അത്ഭുതം ചെയ്ത ആ അപ്പം എടുത്ത് ആശീർവദിച്ച് അത്ഭുതമായി മാറി അത് വിളമ്പിയപ്പോൾ അനുഭവിച്ചതാരാ? എഴുന്നേറ്റ് ഓടിയവരല്ല. ആ വാക്ക് കേട്ട് അവിടെ ഇരുന്നവരാണ് യേശു ചെയ്ത അത്ഭുതം അനുഭവിച്ചത്. നിങ്ങളും ദൈവസന്നിധിയിൽ, നമ്മൾ ചില സമയത്ത് നമ്മൾ ഭയങ്കര തിരക്കാണ്. ആ തിരക്ക് മാറ്റിവെച്ച് കുറച്ചു നേരം ദൈവസന്നിധിയിൽ ഇരിക്കണം. യേശു പറഞ്ഞു, ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ശുശ്രൂഷയ്ക്ക് പോയാലും വചനം കേൾക്കുവായാലും ആ വചനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ഇരിക്കണം. നമുക്ക് ഭയങ്കര തിരക്കാണ്, ഭയങ്കര സ്പീഡിലങ്ങ് പോവും.
കുറച്ചു നേരം ദൈവസന്നിധിയിൽ കുറച്ചു നേരം ഇരിക്കാൻ സമയം മാറ്റി വച്ചിട്ടുണ്ടോ? ദൈവവും ചില അനുഗ്രഹങ്ങളെ നിങ്ങൾക്കായി മാറ്റിവെക്കും. അവരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് ശുശ്രൂഷയുടെ അവസാന സമയമാണ്. 3 ദിവസമായി അവരെല്ലാം യേശുവിൻ്റെ കൂടെയാണ്. എന്നാൽ അവർ നിൽക്കുന്നിടത്ത് നിൽക്കട്ടെ, വേഗം അവരങ്ങ് പൊക്കോട്ടെ, പോകുന്നവർ പോകട്ടെ, കൊടുത്തു വിടാനല്ല പറഞ്ഞേ. എല്ലാവരോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു, ശാന്തമായി ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അവർ അത്ഭുതം നടക്കുന്നത് കണ്ടത്. ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്കാണ് അത്ഭുതങ്ങളെ കാണാൻ ഭാഗ്യമുള്ളത്, അനുഭവിക്കാൻ ഭാഗ്യമുള്ളത്. ആ ഇരുന്ന ജനത്തിൻ്റെ മുമ്പിലാണ് യേശു 7 അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തത്. ആ ഇരുന്നവരാണ് അത്ഭുതങ്ങളെ കണ്ടവർ, അത്ഭുതം അനുഭവിച്ചവർ, ആ ഒരു ദൈവപരിപാലനം മനസ്സിലാക്കിയവർ ദൈവസന്നിധിയിൽ ഇരുന്നു. പിന്നെ അടുത്ത ഭാഗമാണ് 38-ാമത്തെ വാക്യം. അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, വിളമ്പുക. അവിടെ ഒരു വാക്കാണ് മുറിച്ചു. അത് ഇച്ചിരി വേദനയുള്ള കാര്യമാണ്. ഇതിനകത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ബോധ്യമാണ് പറയുന്നത്. ആയിരങ്ങൾക്ക് കൊടുക്കാൻ ഇന്ന് യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പമാണ് മുറിച്ചത്. മറ്റൊരാൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാകാനുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില വിഷമങ്ങളും വേദനകളും ഒക്കെ ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില വേദനകളും വിഷമങ്ങളൊക്കെ ദൈവ പദ്ധതി ഉള്ളതാണ്. എന്തിനാ എനിക്കിങ്ങനെ സഹനം? എന്തിനാ എനിക്കിങ്ങനെ കുറ്റപ്പെടുത്തൽ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്നെ മാത്രം എന്നാ ഇങ്ങനെ ഒരു വിഷമം ഇങ്ങനെ പുറകെ നടക്കുന്നത്? എനിക്കൊരു സ്വസ്ഥതയില്ലല്ലോ. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് ഒരനുഗ്രഹമാകാൻ, അത്ഭുതമാകാനുള്ള ഒരു ദൈവവിളി നിൻ്റെ മേലുള്ളതുകൊണ്ടാണ് ഈ ഒരു മുറിവ് നിനക്കുള്ളത്, ഈ വിഷമമുള്ളത്. യേശു 7 അപ്പം എടുത്ത് മുറിച്ചു. അത് ഒത്തിരി പേർക്ക് സംതൃപ്തിക്ക് കാരണമായ ആ ഒരു അപ്പമാണത്. ഒരുപാട് പേരെ സന്തോഷിപ്പിച്ച, മനസ്സ് നിറച്ചൊരു അനുഭവമാണത്. പ്രിയപ്പെട്ടവർ, എന്നോടൊരാൾ പറഞ്ഞേ, ഒരു ഭാര്യയും ഭർത്താവും പറയുകയാണ്, എൻ്റെ ഭർത്താവിന് വെൽഡിങ് ജോലിയാണ്, കണ്ണിനൊക്കെ പ്രശ്നമുണ്ട്, ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും പിള്ളേരുടെ കാര്യമൊക്കെ നടക്കണമല്ലോ, അവരുടെ ഫീസ് അടയ്ക്കണം. ഭാര്യ പറയുന്നു തൊഴിലുറപ്പിന് പോവുകയാണ്, ഭയങ്കര കഷ്ടപ്പാടുള്ള കൂലിവേലയാണ്. മക്കൾ 3 ആൺപിള്ളേരാണ്. ഇപ്പം അവരങ്ങനെ ജീവിതത്തിൽ സന്തോഷമൊന്നും അനുഭവിച്ചിട്ടില്ല. ഈ ജോലിയും പണിയും ഒക്കെ മാത്രം ജീവിതത്തിൽ ഒത്തിരി വേദനിച്ചു. അവർ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾക്കെന്നാ ഇങ്ങനെ. പക്ഷേ ഇന്ന് അതിൽ ഒരാൾ ദന്ത ഡോക്ടറാണ്, ഒരാൾ കാനഡയിലാണ്, ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ബാംഗ്ലൂരാണ്. 3 പേരും മിടുമിടുക്കരായി. അപ്പോൾ മാതാപിതാക്കൾക്ക് അവർ അനുഭവിച്ച ആ വേദനയോ, ആ മുറിക്കുന്ന അനുഭവമോ, അത് മക്കൾക്കൊരനുഗ്രഹമാകാനായിരുന്നു. നിങ്ങളിന്ന് ഏതെങ്കിലും വിഷമത്തിലാണോ? ആർക്കൊക്കെയോ അനുഗ്രഹവും ആശ്വാസവും ആകാനുള്ള ഒരു വിളി, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ദൈവനിശ്ചയം നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാകട്ടോ നിങ്ങൾക്ക് ആ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളത്. ആ വിഷമത്തെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഈ വ്യാഴാഴ്ച ദിവസം, ഇന്ന് ശുശ്രൂഷയുള്ള ദിവസമാണ്. രാവിലെ തൊട്ട് പ്രാർത്ഥന, കൗൺസിലിംഗ് ഒക്കെ ആരംഭിക്കുന്നു. ഓരോ ദിവസവും അനുഗ്രഹമാണ്. വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹമാകട്ടെ. ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹം ഇവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ കാരുണ്യം ഇവർക്കുണ്ടാകണമേ. ഇന്ന് കേട്ട വചനം ഇവരുടെ ജീവിതത്തിൽ വിടുതലാകണമേ. ആ വീടിനെ അത് വിശുദ്ധീകരിക്കണമേ. ആ വ്യക്തിക്ക് അത് മാനസാന്തരം കൊടുക്കണമേ. ആ വ്യക്തിക്ക് ദൈവപരിപാലനം അറിയാൻ ഇടവരണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ എല്ലാം മാറിപ്പോകണം. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും തരണമേ. ആരുടെ മുമ്പിലും കൈ നീട്ടി ചെല്ലാൻ ഇടയാകല്ലേ. ആരുടെ മുമ്പിലും ഞങ്ങൾക്ക് ആവശ്യമായത് അങ്ങ് സമൃദ്ധിയായി നൽകണമേ. ഈ വചനം കേൾക്കുന്നവരെ, ഈ വചനം അയച്ചു കൊടുത്തവരെ, സ്റ്റാറ്റസ് ഇടുന്നവരെ, ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ, എഴുതുന്നവരെ, ഇത് വിവിധ സമയങ്ങളിൽ കേൾക്കുന്നവരെ, കൃത്യ ഈ സമയത്ത് തന്നെ കേൾക്കുന്നവരെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും നിങ്ങൾക്ക് വരില്ല, ഒരനർത്ഥവും നിങ്ങളുടെ കൂടാരത്തെ തൊടുക പോലുമില്ല. 91-ാം സങ്കീർത്തനത്തിന് മുഴുവൻ സംരക്ഷണവും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് പ്രിയപ്പെട്ട സോജനച്ചൻ നടത്തുന്ന 7 മണി തൊട്ട് 7:05, 7:08, 7:10 വരെയുള്ള ശുശ്രൂഷയുണ്ട്. പിള്ളേരുടെ പരീക്ഷയ്ക്ക് ഒരുക്കമായ ശുശ്രൂഷകളാണ്. സാധ്യമായ ഓരോരുത്തരും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ കാണാം. നാളെ പ്രഭാതത്തിൽ 5:30 ഡെയിലി ബ്ലെസ്സിങ് നമുക്ക് ഒരുമിച്ച് കാണാം. സാധിക്കുന്നിടത്തോളം ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.